നമ്മളുടെ വീഡിയോ ദൈർഘ്യമുള്ളത് കൊണ്ട് 3 പാർട്ടായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അപ്പോൾ എല്ലാവരും കൊയിലാണ്ടിക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാമർ കൂടുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞേക്കുന്നത് ഡാൻസ് കളിച്ചാൽ ഗ്ലാമർ കൂടും എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം മാഷ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. നൃത്തം എന്ന് പറയുന്നത് സൗന്ദര്യമാണ്, സൗന്ദര്യവൽക്കരണമാണ്. സദാ അലഞ്ഞു തിരിഞ്ഞു വളരുന്ന മനസ്സിനെ ഏകാഗ്രതയിൽ ഉറപ്പിക്കാനും അതിനെ സാക്ഷാത്കാരത്തിൽ ലയിപ്പിച്ച് മോക്ഷപ്രാപ്തി അടയുക എന്നതാണ് നൃത്ത സംഗീതാദി കലകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് സ്വതവേ ഇങ്ങനെ അലഞ്ഞ് തിരിയുന്ന രീതിയിലാണ് ഉണ്ടാകുക. അത് നമ്മൾ നൃത്തം പഠിക്കുന്നവർ അവർക്കൊരു ഏകാഗ്രത വരും. അപ്പോൾ അവർ അത് പഠിക്കുന്ന നേരം ഒരു മനസ്സ് അതിൽ കൊടുക്കും. അങ്ങനെയാണല്ലോ ഈ ഏകാഗ്രത വരാൻ. പിന്നെ അത് ശാരീരികമായിട്ട് നല്ലൊരു വ്യായാമമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർമാരൊക്കെ പറയുകയാണെങ്കിൽ രക്തസഞ്ചാരമൊക്കെ കൃത്യമായിട്ട് നടക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴും മനസ്സ് ശുദ്ധമാകുമ്പോഴും ഒന്നാമത് നമ്മൾ ജീവിതത്തിൽ മറ്റെന്തിനെങ്കിലുമൊക്കെ അങ്ങനെ വല്ലാതെ ചിന്തിച്ച് പുണ്ണാക്കിയിട്ടൊക്കെയാണ് നമ്മളെ മനസ്സ് പോലെയാണ് നമ്മളുണ്ടാവുക. അപ്പോൾ ഇത് ഒരു സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്നത് ഈ ക്ഷേത്രകലകളാണ്, ദൈവവിശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് നമ്മളെ മനസ്സിനെ ശുദ്ധീകരിക്കും. അത് പോലെ തന്നെ നമ്മളെ ശരീരത്തിനെയും അതൊരു നല്ല രീതിയിലേക്ക് എത്തി. അത് തന്നെയാണ് സൗന്ദര്യവൽക്കരണം. അങ്ങനെ ഒരു ഗ്ലാമറൊക്കെ കൂടാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചിട്ട് സൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ടല്ല ഡാൻസ് പഠിക്കേണ്ടത്. ഡാൻസ് പഠിക്കുന്ന നേരം നല്ല വ്യായാമം കൊണ്ട് അത് വന്ന് ചേരുകയാണ്. അല്ലാണ്ട് സൗന്ദര്യം വരുമെന്ന് വെച്ചിട്ട് ഡാൻസ് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം അതിനൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അനാട്ടമി എന്ന് പറഞ്ഞാൽ കഴുത്തടക്കാണ്. എന്നാൽ അതുപോലെ തന്നെ ഉണ്ട് കണ്ണുകളുടെ ചലനമുണ്ട്. അപ്പോൾ അത് നല്ലോണം അങ്ങനെ വിടർത്തി വെച്ച് കണ്ണിൻ്റെ പോളകൾ രണ്ട് ഇതാക്കി വെച്ചിട്ട് കണ്ണ് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും തിരിച്ച് വരുന്നേരം നമ്മളെ കണ്ണ് വലുതാവും. സാധാരണ ഇറുകി നിൽക്കുന്ന കണ്ണിനെ അത് നമ്മൾ വ്യായാമത്തിലൂടെ വലുതാക്കി എടുക്കുന്നത്. അപ്പോൾ അഭിനയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കണ്ണാണ്. എല്ലാവരും വിചാരം മുഖത്തുള്ള ഗോഷ്ഠി കൊണ്ടാണ്. അല്ല, അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം കണ്ണാണ്. അപ്പോൾ അതുപോലെ മുഖത്ത് നമ്മളെ വിവിധ തരം ഭാവങ്ങൾ വന്ന് മാഞ്ഞു പോകുമ്പോൾ നമ്മളെ കോശങ്ങളൊക്കെ ശരിക്ക് വർക്ക് ചെയ്യും. അതൊക്കെ തന്നെ ഒരു ഘടകമാണ്. ഇതൊക്കെ ഞാനല്ല പറയേണ്ടത്, ഒരു ഡോക്ടർമാരെ പോലുള്ളവർ പറയേണ്ടതാണ്. പക്ഷേ നാട്യശാസ്ത്രത്തിൻ്റെ രീതിക്കനുസരിച്ച് ഇങ്ങനെയാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് നൃത്തം പഠിക്കുന്നവർക്ക് സൗന്ദര്യം വരുന്നത് അവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനെ കൊണ്ടാണ്. പിന്നെ ഫിസിക്കൽ കണ്ടീഷനിൽ ഒരു വലിയൊരു ഗുണമുണ്ട്. വെറും മുഖത്തിന് ഭംഗി ഉണ്ടായിട്ട് കാര്യമില്ല, സ്ട്രക്ചർ വേണം. ആ സ്ട്രക്ചർ ഉണ്ടാകുന്നത് ഡാൻസിൻ്റെ പഠിത്തം കൊണ്ട് നമ്മൾ കൈ അരയിൽ വയ്ക്കുന്നു, അത് അരേനെ ഇടുക്കി വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ കൃത്യമായിട്ട് ചവിട്ടിയൊക്കെയാണ് ചെയ്യുന്നത്, ചവിട്ടുന്നുണ്ട്, തുള്ളിയെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു നൃത്തം പഠിക്കുന്നതും അല്ലെങ്കിൽ നൃത്തം സ്വായത്തമാക്കുന്നത്. ഈ ഹാർഡ് വർക്ക് കൊണ്ട് നമ്മളെ ശരീരം ഷേപ്പായി വരും. ഇപ്പോൾ വയറുള്ളവർക്ക് വയറ് കുറയും. അതുപോലെ പല രീതിയിൽ ഒരാളുടെ ഘടന തന്നെ മാറി വരും. പോരാത്തതാണ് നമ്മൾ സ്റ്റേജിൽ വരുമ്പോൾ മേക്കപ്പിലൂടെയും ഡ്രസ്സിങ്ങിലൂടെയും മാറ്റം വരുത്തുന്നത്. അപ്പോൾ അത് അതിസുന്ദരിയാവും അല്ലെങ്കിൽ അതിസുന്ദരനാവും. അതാണ്. അപ്പോൾ നൃത്തം പഠിക്കുന്നവർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ അതുപോലെ ഏജ് കൂടുതൽ തോന്നിക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് ഇങ്ങനെ വളരെ എന്താ പറയുക, നമ്മൾക്കറിയുന്നത് പ്രകടിപ്പിച്ചും അത് ആസ്വദിച്ചുമൊക്കെ മനസ്സിന് നല്ല ഒരു പക്വത വരുന്നതിനെ കൊണ്ട് ഒരു പോസിറ്റീവ് എനർജി പോലെയാണ് നമുക്ക്. അതാണ്. അപ്പം നൃത്തം പഠിക്കുന്നവർക്ക് സൗന്ദര്യം കൂടുന്നു അല്ലെങ്കിൽ പ്രായം പെട്ടെന്ന് വരുന്നില്ല എന്നൊക്കെ പറയുന്നത് കുറേയൊക്കെ ശരി തന്നെയായിരിക്കും, ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്താണ് ചോദിക്കാനുള്ളത് പറയുക? അപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിനൊക്കെ മറുപടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാഷെല്ലാം
കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മാഷ് പറഞ്ഞിരിക്കുന്നത്. നൃത്തത്തിൻ്റെ രീതി അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ, എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക ഓരോരോ കാര്യങ്ങളും. പിന്നെ നമ്മളുടെ ജീവിത രീതി, നിത്യേന നടക്കുന്ന കാര്യങ്ങളും മാഷ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക. വേറൊരു കാര്യം കൂടി ഉണ്ട് എനിക്ക് സൂചിപ്പിക്കാനായിട്ട്. നമ്മളുടെ മാഷിന് ഒരു യൂട്യൂബ് ചാനലും കൂടിയുണ്ട്. ആ ചാനലിൻ്റെ പേര് ഗുരുജി സുരുചി നാട്യത്തിന് ഒരു പാഠ്യപദ്ധതി. എല്ലാവരും അതും കൂടി ഒന്ന് കാണാം. ഞാൻ ആ ഒരു ചാനലിൽ ഒരു ഡാൻസ് എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും മാഷിൻ്റെ ക്ലാസ്സൊക്കെ ഒന്ന് നമ്മൾക്ക് കാണാം. നമ്മളുടെ മാഷിൻ്റെ ക്ലാസ്സിലാണ്. ഇത്ര നേരം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചത് മാഷിൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെയാണ്. ഇവിടെയാണ് ഞങ്ങൾ ഇരുന്നത്. കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ മേലിലൊരു റൂമുണ്ട്, കോസ്റ്റ്യൂംസൊക്കെ കൊടുക്കാനായിട്ട് മേലിലാണ് അതിൻ്റെ ഷോപ്പുള്ളത്. പിന്നെ നമ്മൾക്ക് മാഷിൻ്റെ
ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ എവിടെയാണ് മാഷ് വെച്ച് സൂക്ഷിച്ചേക്കുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. അങ്ങോട്ട് പോവാം. ഒരു മാഷിൻ്റെ അരങ്ങേറ്റ സമയത്ത് ചെയ്തിട്ടുള്ള ഫ്ലെക്സുകളാണ്. അതൊക്കെ മാഷിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അതാ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾക്ക് മാഷിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ എന്തൊക്കെയാണ് ഇവിടെ കിട്ടും, എവിടേക്കാണ് ഇരിക്കുന്നത്, അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉള്ളതാണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ, എന്നാലല്ലേ നിങ്ങൾക്ക് വന്ന് വാങ്ങാൻ കഴിയുള്ളൂ. ഒരു പുതിയ അതിഥിയൊന്നും അല്ല കേട്ടോ ഇവിടെ എപ്പോഴും നിലവിലുള്ള ഒരു അതിഥിയല്ല. നമ്മളുടെ മാഷിൻ്റെ പ്രിയ പത്നിയാണ് ഇവിടെ ഉള്ളത്. പരിചയപ്പെടുത്ത ടീച്ചറമ്മേ ഒരു ഇതാ, ഇത് നമ്മുടെ ടീച്ചറമ്മയാണ്. പേര് ജയലക്ഷ്മി എന്നാണ്. പക്ഷെ നമുക്കെന്നും നമ്മളുടെ ഒരു അമ്മനെ പോലെ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്, ടീച്ചറമ്മ എന്നാണ് വിളിക്കുന്നത്. ഇനിയിപ്പം ഇവിടെയുള്ള കോസ്റ്റ്യൂംസൊക്കെ ഒന്ന് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്താം. ഇപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളുടെ മാഷിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ ഉള്ള എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള രീതികൾ നിങ്ങളിവിടെ വന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ കൂടുതലും ക്ലാസിക്കല്, സെമി ക്ലാസിക്കല്, സിനിമാറ്റിക്, ഒപ്പന, തിരുവാതിര, അങ്ങനെ എന്താ പറയുക, എല്ലാ അത്യാവശ്യം വേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. നമ്മുടെ വീഡിയോ ഇതോടുകൂടി വൈഡപ്പ് ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൊയിലാണ്ടിക്കാരി എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് കേട്ട് മനസ്സിലായത്, അതിന് അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറയുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.